നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണത്തിയിലെ കനത്ത വെള്ളക്കെട്ടിന് കൗൺസിലർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക പരിഹാരം ഒരുക്കി. ജൂബിലി അമല മെഡിക്കൽ കോളേജ് ആശുപത്രി സമരവുമായി ബന്ധപ്പെട്ട് തൃശൂർ അതിരൂപതയെയും അധ്യക്ഷനെയും സഭാ നേതൃത്വത്തെയും സമൂഹത്തിൽ അവഹേളിക്കുന്നവർക്കെതിരെ മണ്ണുത്തി വലക്കാവ് സെന്റ് ജോസഫ് പള്ളി ഇടവകകൾ പ്രതിഷേധിച്ചു. ആശാരിക്കാട് ഗ്രാമീണ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരവ് 2026 ജില്ലാ പഞ്ചായത്ത് മെമ്പർ PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജൂബിലി അമല മെഡിക്കൽ കോളേജ് ആശുപത്രി സമരവുമായി ബന്ധപ്പെട്ട് തൃശൂർ അതിരൂപതയെയും അധ്യക്ഷനെയും സഭാ നേതൃത്വത്തെയും സമൂഹത്തിൽ അവഹേളിക്കുന്നവർക്കെതിരെ മണ്ണുത്തി വലക്കാവ് സെന്റ് ജോസഫ് പള്ളി ഇടവകകൾ പ്രതിഷേധിച്ചു. വികാരി റവറൻ ഫാദർ ഡേവിസ് ചെറുമൽ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. മുഖ്യപ്രഭാഷണം അസിസ്റ്റന്റ് വികാരി ജോൺ പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. വിഷയാവതരണം കേന്ദ്ര സമിതി കൺവീനർ നോബി മേനാച്ചേരി അവതരിപ്പിച്ചു. ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളുടെ കേന്ദ്ര സമിതിയും സംഘടനകളുടെ ഏകോപന സമിതിയും വിശ്വാസ പരിശീലന ഭാരവാഹികളും പ്രതിനിധി യോഗാംഗങ്ങളും സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത്. സർക്കാർ നഴ്സുമാരുടെ മിനിമം വേതനം ഉടൻ പ്രഖ്യാപിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, സഭയ്ക്കെതിരെ നിഗൂഢ ശക്തികൾ നടത്തുന്ന സമരത്തിനെതിരെ ശക്തമായി നേരിടാൻ പ്രമേയത്തിലൂടെ മണ്ണുത്തി സെന്റ് ആന്റണീസ് ഇടവക സമൂഹം തീരുമാനിച്ചു. കൈക്കാരന്മാരായ ആന്റോവി മാത്യു, ലിയോ ആലപ്പാട്ട്, KL തോമസ്, പാസ്റ്ററൽ കൗൺസിൽ മെമ്പർ ജിഷ ജോയ്സൺ എന്നിവർ പങ്കെടുത്തു. കൈക്കാരൻ പിയൂസ് ചാലിശ്ശേരി നന്ദി പറഞ്ഞു. അവഹേളിക്കുന്ന തരത്തിൽ കഴിഞ്ഞൊരു ദിവസം പുലർച്ചെ 12:30 വരെ നമ്മുടെ അരമനയിലെ മുൻപിൽ സമരം പ്രതിഷേധം നടത്തുന്നുണ്ടായി. അതിന്റെ ഭാഗമായി ഇന്ന് ഇന്ന് നമ്മുടെ എല്ലാ ഇടവകകളിലും പ്രതിഷേധം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചത്. അപ്പൊ എല്ലാവരുടെയും സഹകരണം അതിനുണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടതായ സംഖ്യ കൊടുക്കണമെന്ന് തന്നെയാണ്. അപ്പോ നമ്മുടെ സ്ഥാപനങ്ങൾക്കും, അതായത് ബിഷപ്പ് ഹൌസിലേക്കും വന്ന് ചേർന്നിട്ടുള്ള പ്രതിഷേധം എന്തിനാണ്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിഗൂഢമായ ശക്തികളുടെ ഒരു ഉൾക്കാഴ്ച, എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് എന്തോ അവർക്ക് കുറച്ചുപേര് അതിനെതിരെ കൊണ്ടാണ് അവര് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സാലറി കുറച്ച് കൊടുക്കാനും മതിയാവും. ഇത് തന്നെയുമല്ല, നമ്മുടെ വിശ്വാസത്തില് ഇത് നിലനിർത്താൻ പറയുന്നത് ഒരു പാവപ്പെട്ട രോഗികൾക്ക് ഒരു ആശ്വാസമാണ് നമ്മുടെ ആശുപത്രി. നിങ്ങൾ അന്വേഷിച്ചറിയാം, ഇവിടെ ഒരു റൂമിന് എത്രയാണ് വാടക മേടിക്കുന്നത്, മറ്റ് തൊട്ടടുത്തുള്ള ആശുപത്രി. അതുപോലെ ഒരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷന്റെ ചാർജ് എത്രയാണ്, ഇവിടുത്തെ ചാർജ് എത്രയാണ്, അവിടുത്തെ ചാർജ് എത്രയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, നമ്മൾ കുറേയൊക്കെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് ഈ ഹോസ്പിറ്റലിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇന്ന് വൻകിടക്കാർക്കുള്ള ലക്ഷ്യം ഈ ആശുപത്രികളുടെ ഘടനയെ തകർക്കുക എന്നുള്ളതാണ്. അത് മഹാരാഷ്ട്രയിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ് അവർ. അവിടെയുള്ള മിഷൻ ഹോസ്പിറ്റലുകളൊക്കെ അടച്ചുപൂട്ടി ഇപ്പോൾ കോർപ്പറേറ്റുള്ള ആശുപത്രികൾ മാറി. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് അറിഞ്ഞു കാണും, പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന സാലറിക്ക് എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അത് പലപ്പോഴും വ്യാജ പ്രചരണങ്ങളോടെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ തൃശ്ശൂരുള്ള അല്ലെങ്കിൽ ഈ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർ മാത്രമല്ല, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ളവർ വരെ തൃശ്ശൂർ മിഷൻ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കടന്നു വരുന്നതാണ്. ഒന്നാമയുടെ വികാരത്തിൽ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ കൊടുക്കുന്ന വേതനത്തെക്കാൾ കൂടുതലായിട്ടുള്ളൊരു വേതനം. ഡിവൈഎഫ്ഐ മാടക്കത്തറ ഈസ്റ്റ് യൂണിറ്റ് സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് NSLP സ്കൂളിൽ നടന്നു. രാവിലെ 9 മുതൽ 1 മണിവരെ നടത്തിയ ക്യാമ്പിൽ സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയാ നിർണയം എന്നിവയുമുണ്ടായി. കണ്ണടകൾക്ക് ഇളവ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവയുടെ സൗജന്യ പരിശോധന, ലാബ് ടെസ്റ്റുകൾ 20% ഇളവ് എന്നിവയുമുണ്ടായി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു.
ഇവിടെ ഡിവൈഎഫ്ഐ മാടക്കത്ര ഈസ്റ്റ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മണപ്പുറവുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. അത് സൗജന്യ നേത്ര പരിശോധനയും അതോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പ്, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ അടക്കമുള്ള മുഴുവൻ സംഗതികളും സൗജന്യമായി ചെയ്തുകൊണ്ടാണ് ഇവിടെ നടത്തുന്ന ഗ്രാമോത്സവം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. മാടക്കത്ര ഡിവൈഎഫ്ഐ ഈസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ വർഷങ്ങളിലും ഗ്രാമോത്സവം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച ഇവിടെ SSLC +2 വിജയിച്ച മുഴുവൻ കുട്ടികൾക്കുമുള്ള ആദരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ആഴ്ച ഇതേപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായ കലാകായിക മത്സരങ്ങൾ ഈ ഗ്രാമോത്സവത്തിനോടനുബന്ധിച്ച് നടത്തി വരികയാണ്. ഡിസംബർ 13-ാം തീയതിയാണ് ഈ വരുന്ന ഡിസംബർ 13-ാം തീയതി ഇതിൻ്റെ സമാപനം കുറിക്കുന്ന രീതിയിൽ വളരെ വിപുലമായ പരിപാടികളോടുകൂടി കലാകായിക പരിപാടികളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഇവിടെ മാടക്കത്ര ഈസ്റ്റ് യൂണിറ്റ് എല്ലാ യൂണിറ്റുകൾക്കും ഒരു മാതൃകയാവുന്ന രീതിയിൽ ഇതേപോലെയുള്ള ഗ്രാമോത്സവം പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ ഇവിടെ നിരവധിയായ ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ 108ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കോൺഗ്രസ് സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലീഡർ കെ കരുണാകരന്റെ 108ാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാത്മാ സംഘം ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലീഡർ അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. ഭാരവാഹികളായ സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, ഷഹന നൌഷാദ്, AR ഫൈസൽ, ജസ്റ്റിൻ പാണയങ്ങാടൻ, CO അലോഷ്യസ് എന്നിവർ സംസാരിച്ചു. KC സെബാസ്റ്റ്യൻ, CP ഔസേഫ്, KB പ്രസാദ്, PV ലോനപ്പൻ, AB സഞ്ജയ്, PJ ഷാരോൺ, TD ചാക്കോ, KV അലക്സ്, PT ഔസേഫ്, PT ജോൺസൺ, KC ഉഷ, ലിജി തോമസ്, റോഡി ഔസേഫ്, അൽഫോൺസസ് സെബാസ്റ്റ്യൻ, ഓമന തോമസ്, PV തങ്കമ്മ, ES കാർത്തിക് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ നേതാവുമായ ലീഡർ CK കരുണാകരന്റെ 108ാം ജന്മദിനമാണെന്ന്. സംസ്ഥാനം മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള അനുസ്മരണവും പുഷ്പാർച്ചനയുമാണ് കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ വികസനങ്ങൾക്ക് ചിറകുവെച്ചത് ലീഡർ CK കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. കേരളത്തിൽ എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ലീഡർ CK കരുണാകരനാണ്. നമുക്കറിയാം, കണ്ണൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം, അതുപോലെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം, പൂങ്കുന്നം മേൽപ്പാലം, അതുപോലെ ഗുരുവായൂർ റെയിൽവേ തുടങ്ങി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കും അതുപോലെ ആരോഗ്യ മേഖലയ്ക്കും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ലീഡർ കെ കരുണാകരൻ എക്കാലത്തും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഏക നേതാവാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ 108ാം ജന്മദിനത്തിൽ കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മാലിന്യ സംസ്കരണം മാറുന്നു. ഇനി 4 തരം മാലിന്യങ്ങൾ വേർതിരിക്കണം. ഈ മാറ്റം നിങ്ങളുടെ വീടിനെയും ബാധിക്കും. സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ രീതിയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുക്കി കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ വരുന്നു. നിലവിൽ കേരളം പിന്തുടരുന്ന 2 ബിൻ പച്ച, നീല സമ്പ്രദായത്തിന് പകരം ഇനി മുതൽ മാലിന്യങ്ങളെ 4 തട്ടുകളായി വേർതിരിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. ഖരമാലിന്യ പരിപാലനത്തിൽ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്ന പുതിയ ചട്ടങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ കേരളം സജ്ജമാകേണ്ടതുണ്ട്. ജൈവ അജൈവ മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനാണ് പുതിയ ചട്ടം നിർബന്ധമാക്കുന്നത്. നിലവിലെ 2 ബിൻ രീതി മാറി വെറ്റ് വേസ്റ്റ് ഈർപ്പമുള്ളവ, ഡ്രൈ വേസ്റ്റ് ഈർപ്പമില്ലാത്തവ, സാനിറ്ററി മാലിന്യം, പ്രത്യേക പരിചരണം ആവശ്യമുള്ള മാലിന്യം എന്നിങ്ങനെ 4ആയി മാലിന്യം തരംതിരിക്കണം. ചട്ടങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഓൺലൈൻ പോർട്ടലുകൾ, കനത്ത പിഴ ഈടാക്കുന്ന പരിസ്ഥിതി നഷ്ടപരിഹാര സംവിധാനം, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കൽ എന്നിവയും കർശനമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ കണക്കുകൾ പ്രതിവർഷം ഏകദേശം 37 ലക്ഷം ടൺ ഖരമാലിന്യമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിൽ 77% ജൈവ മാലിന്യവും 18% അജൈവ മാലിന്യവുമാണ്. കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ വഴി വൻതോതിൽ മാലിന്യം പുറത്തുവരുന്നുണ്ട്. ആകെയുള്ള മാലിന്യത്തിന്റെ 49% വീടുകളിൽ നിന്നാണെന്നത് ഈ മാറ്റത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു.
ഹരിത കേരളം മിഷന്റെ ഭാഗമായി കേരളം ഇതിനകം തന്നെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. 30,000-ത്തിലധികം ഹരിതകർമ്മ സേനാംഗങ്ങൾ 1034 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 53 ലക്ഷം വീടുകളിൽ വാതിൽപ്പടി സേവനം നൽകുന്നുണ്ട്. മിനി MCFകൾ, RRFകൾ എന്നിവ വഴി മാലിന്യം തരംതിരിച്ച് കൈമാറുന്ന സംവിധാനവും ശക്തമാണ്. ക്ലീൻ കേരള കമ്പനി മുഖേന മാത്രം പ്രതിമാസം ശരാശരി 3400 ടൺ മാലിന്യമാണ് ശേഖരിക്കുന്നത്. ശാസ്ത്രീയ ലാൻഡ്ഫിൽ സംവിധാനങ്ങളും വേസ്റ്റ് ടു എനർജി പ്ലാന്റുകളും സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ പുതിയ നിർദ്ദേശവുമായി പൊരുത്തപ്പെടാൻ കേരളത്തിന് കഴിയൂ. വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന കേരളം പുതിയ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാലിന്യ പരിപാലനത്തെ കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആശാരിക്കാട് ഗ്രാമീണ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരവ് 2026 ജില്ലാ പഞ്ചായത്ത് മെമ്പർ PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംഘം പ്രസിഡന്റ് EM വർഗീസ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായുള്ള പ്രവചന മത്സരവും സംഘടിപ്പിച്ചു. രാധാകൃഷ്ണൻ, ബിനി ഷോത്തോട്ടിൽ, സുജാത ബേബി, ലിബിയ, റജി പുറ്റാനി, രാഗേഷ്, സെക്രട്ടറി റോയ്, ബോർഡ് അംഗങ്ങൾ, ബാങ്ക് ജീവനക്കാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ബന്ധപ്പെട്ട് ചില ആശങ്കകൾ, ആൻസൈറ്റികൾ പങ്കുവച്ചു. ദേശാഭിമാനിയുടെ എക്സ്പ്രസിന്റെ ആദ്യകാല നിങ്ങളുടെ സെക്രട്ടറി, ഡയറക്ട് ബോർഡ് മെമ്പറുടെ അച്ഛനമ്മമാര്, ഞങ്ങളുടെയൊക്കെ കയ്യിൽ ഒപ്പം കിട്ടി. ശ്രീജ, ഈ കുട്ടി ജില്ലാതല ടോം ബിജു ബ്രിട്ടോ. അടുത്തത് കൃപ സജി. അടുത്തത് അജിൻ കെ. അടുത്തത് അനശ്വര. അടുത്തത് ആൽഫിൻ. നമ്മൾ ബുദ്ധിമുട്ടറിയാണ്ടാണ് ജീവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നോക്കുമ്പോൾ വളരെ വ്യത്യാസങ്ങളുണ്ട്. 2 കുട്ടികൾ മാത്രമുള്ള ഒരു നല്ലത്. ഞാൻ എന്നോട് തന്നെയാണ് പൊട്ടിയാവരുത്. പൊട്ടിയിട്ടിട്ട് ഇങ്ങനെ മനസ്സാക്കില്ല. ഇതുവരെ അങ്ങനെയല്ല കേട്ടിട്ടുള്ളത്. തിരിച്ച് ഈ കാക്ക കുടിച്ചാൽ കൊക്കാകുമോ എന്ന് ആശാരിക്കാട് ഇരുന്ന് ഞാനും നിങ്ങളും പറയാൻ കാരണം 200 വർഷം ബ്രിട്ടീഷ് സായിപ്പന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ആ ഒരു ഹാങ് ഓവറാണ്. ഈ വെളുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെളുപ്പല്ലല്ലോ, യൂറോപ്യൻ മദാമ്മമാര്, സായിപ്പന്മാര്. അപ്പൊ അവര് ഇവിടെ നമ്മളെ അടിമയായിട്ട് ഭരിച്ചിട്ടുണ്ട് കുറെ കാലം. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ തലച്ചോറിൽ എടുക്കണം. വെളുപ്പ് മാത്രമാണ് സൗന്ദര്യം, കറുപ്പിന് സൗന്ദര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയില്ലത്. നന്നായി പെരുമാറിയില്ലെങ്കിൽ എന്ത് കാര്യം അല്ലേ? പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ, ഗോഡ്. ഇതിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ എക്സ്പാൻഷൻ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. GOD. G എന്ന് പറയുമ്പോൾ ജനറേറ്റ് ചെയ്യുക, ജനറേഷൻ, സൃഷ്ടിക്കുക. O സൃഷ്ടിച്ചതിനെ നിലനിർത്തുക, ഓർഗനൈസ് ചെയ്യുക. D വേണ്ടി വന്നാൽ അതിനെ ഇല്ലാണ്ടാക്കും, സംഹരിക്കും, ഡിസ്ട്രക്ഷൻ. ജനറേഷൻ, ജനറേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡിസ്ട്രക്ഷൻ. അതിൻ്റെ ചുരുക്കപ്പേരായിട്ട് GOD, ഗോഡ്, ദൈവം. അങ്ങനെ എല്ലാവരും ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു അല്ലേ? നേരിട്ട് കണ്ടിട്ടല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം. വേണ്ടി വന്നാൽ ഇല്ലാണ്ടാക്കാനും. ഇപ്പോൾ ഹിന്ദു ഹൈന്ദവ സംസ്കാരത്തിൽ വിഷ്ണു, മോഹന്ന, ശിവൻ ആരും കേട്ടിട്ടില്ലേ? ഇനി ക്രിസ്തു മതത്തിൽ ട്രിനിറ്റി, ത്രിത്വം, പിതാവ്, പുത്രൻ, 3 സങ്കല്പങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഇതില് കുട്ടികൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഓരോ മതത്തിൽപ്പെട്ട ആളുകളായിരിക്കും, ഓരോ വിശ്വാസങ്ങളുണ്ടാവും. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട് കേട്ടോ. എൻ്റെ വിശ്വാസത്തെ
പരിഹസിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല, നിങ്ങളുടെ വിശ്വാസത്തെ പരിഹസിക്കാനുള്ള അധികാരം എനിക്കില്ല. അപ്പോൾ മതം ദൈവമൊക്കെ ഓരോ വ്യക്തിയുടെയും പ്രൈവറ്റ് കേസാണ്, സ്വകാര്യ കേസാണ്. അപ്പോൾ പള്ളി പൊളിക്കാം, അവിടെ അമ്പലം പണിയുക, അമ്പലം പൊളിക്കണം എന്ന് പറയാം, അവിടെ പള്ളി പണിയുക. ഇതൊന്നും നല്ല സമീപനമല്ല ആര് ചെയ്താലും. എന്താ കാരണം? ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ, ആകാശം, കടല്, കര, ജീവജാലങ്ങളെ ഒക്കെ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ദൈവത്തിന് ഒരു പള്ളി പണിയാൻ, അമ്പലം പണിയാൻ മനുഷ്യർ തല്ലുകൂടേണ്ട ആവശ്യമുണ്ടോ മക്കളെ? എന്താ എന്നായപ്പുറത്ത് കരുണ, ദയ, മറ്റുള്ളവരെ പരിഹസിക്കാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും മറ്റുള്ളവരുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും താങ്ങും തണലുമാകുന്ന ഒരു ചെന്നായ രണ്ടാമത്. അപ്പോൾ ഇത് നിങ്ങളുടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ രണ്ട് സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, ഇതിലെ മണലിത്തറ ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ച IB ദാസ് അനുസ്മരണ പ്രഭാഷണം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് വി മുരളി ഉദ്ഘാടനം ചെയ്തു. മണലിത്തറ ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ച IB ദാസ് അനുസ്മരണ പ്രഭാഷണം വായനാ പക്ഷാചരണത്തിന്റെ സമാപന പരിപാടി ലൈബ്രറി കൗൺസിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി മുരളി നിർവഹിച്ചു. അഡ്വക്കേറ്റ് TA നജീബ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി B ഷിറാസ്, ഭരണസമിതി അംഗം MM അബ്ദുൽ നാസർ, EB സുധാകരൻ, K മുഹമ്മദ്, MG വിദ്യാസാഗർ, CK ബൈജു, TN പ്രേം നവാസ്, OV സോമൻ, ബാലവേദി കൺവീനർ TN മുഹമ്മദ് ഷിഹാം, ചിത്ര രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭരണസമിതി അംഗം VK സതീഷ് ബാബു സ്വാഗതവും ലൈബ്രറിയൻ സുഭദ്ര സതീഷ് നന്ദിയും പറഞ്ഞു. തൃശൂർ വ്യാകുലമാതാ ബസിലിക്ക ഫൊറോന പള്ളി വികാരി തോമസ് കാക്കശ്ശേരിക്ക് ബസിലിക്ക ഫൊറോന കൗൺസിൽ ആദരം നൽകി. തൃശൂർ അതിരൂപത ബസിലിക്ക ഡയറക്ടറും വികാരിയുമായ ഫാദർ തോമസ് കാക്കശ്ശേരിക്ക് പരിശുദ്ധ സിംഹാസനം നൽകിയ പ്രത്യേക പദവി ലഭിച്ചതിന്റെ സന്തോഷാർത്ഥം ബസിലിക്ക ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനുമോദന സമ്മേളനവും ആദരവും മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. MLA രാജൻ ജെ പല്ലൻ മുഖ്യാതിഥിയായി. ഫൊറോന കൗൺസിലിന്റെ ഉപഹാരവും ആദരവും ഫാദർ തോമസ് കാക്കശ്ശേരിക്ക് ചടങ്ങിൽ സമർപ്പിച്ചു. മേയറെയും MLA രാജൻ പല്ലനെയും കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെഫി ഡെൽസനെയും ആദരിച്ചു. ഫാദർ തോമസ് കാക്കശ്ശേരിയുടെ സഭാസേവനങ്ങളും ആത്മീയ സാമൂഹിക രംഗങ്ങളിലെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും പ്രത്യേകം അനുസ്മരിച്ചു. അതിരൂപത കുടുംബ കൂട്ടായ്മ കൺവീനർ ജോർജ് അലക്സ് സംസാരിക്കുകയും പോളി അഗസ്റ്റിൻ അച്ഛനെക്കുറിച്ചുള്ള വിവരണം നടത്തുകയും ചെയ്തു. ഫൊറാന സെക്രട്ടറി ഷനു ജോർജ് സ്വാഗതം പറഞ്ഞു. അതിരൂപത മാതൃവേദി പ്രസിഡന്റ് ഉജ്ജ്വല ബിജു നന്ദി പറഞ്ഞു. വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസി സമൂഹത്തിന്റെ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. അനുഭവം നമ്മുടെ കോർപ്പറേഷൻ മേയർ പുത്തമ്പള്ളിയുമായിട്ട് നൽകുന്നത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു. 1979 33 വയസ്സുള്ളപ്പോൾ പുത്തമ്പള്ളിയിലെ അവിചാരിതമായിട്ട് 2 മാസം വികാരിയായിട്ട് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര പേര് അന്ന് ഉണ്ടെന്നറിഞ്ഞില്ല. അത് നല്ലൊരു അനുഭവമായിരുന്നു. വെറും 2 മാസം. അന്ന് എനിക്ക് 33 വയസ്സാണ്. 10 പിതാവ് അന്ന് 23 വയസ്സുകാരനായ സെമിനാരിക്കാരനാണ്. ഞങ്ങൾ 2 പേരും കൂടി നിൽക്കുന്ന ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. വളരെ അന്തരിക്കുന്ന ഓർമ്മകൾ. മെൽബണിൽ വെച്ച് ഒരിക്കലും പുത്തമ്പള്ളിയെ പറ്റി പറയാനുള്ളൂ. അവിടെയുള്ള ഒരു നമ്മുടെ മലയാളിയായിരിക്കുന്ന ആളോട് അപ്പോൾ വലിയ പള്ളികളുടെ വലിയ രൂപമില്ലാത്ത അയാൾ പറഞ്ഞു, ഓ അമേരിക്കൻ ഡോളറിനോട് പഠിത്ത പള്ളിയായിരിക്കുമല്ലേ അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതല്ല, ഡോളർ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളറല്ല, വ്യാമിൽ മാതാവിൻ്റെ പേരുടെ പള്ളിയാണ് ഇത്. 40-ലാണ് വാഴപ്പള്ളി പിതാവ് നമ്മുടെ ഈ പള്ളി വെച്ചിരിച്ചത്. ഞാൻ ഈ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ കാക്കശ്ശേരിയിലെ ഇവിടെ നൽകുന്ന ആദരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. സഭയ്ക്കും
സമൂഹത്തിലും വർഷങ്ങളായി ആത്മാർത്ഥമായി സേവനം ചെയ്തതിൻ്റെയും ആത്മീയ നേതൃത്വം നൽകിയതിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും കൂടി അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇതിനച്ഛൻ ഒരുപാട് യോഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ബോണ്ടത്താല യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ, അച്ഛനോടൊപ്പം പങ്കെടുക്കാൻ, പിതാവിനോടൊപ്പം പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവസരം ലഭിച്ചിട്ടുള്ള കാലഘട്ടങ്ങളിൽ അച്ഛൻ ആദ്യം ഒന്നും പറയില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ആ യോഗത്തിന്റെ അവസാനമാണ് സംസാരിക്കുക. സൗമ്യമായ ഭാഷയിൽ, നല്ല പെരുമാറ്റത്തില്, നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്ന, ശബ്ദം കുറച്ച് സംസാരിക്കുന്ന അച്ഛൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുത്തതായി തോമസ് താരികളെ ആരെങ്കിലും സംഘടനകളിലേക്ക് ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകളിലേക്ക്. തൃശൂർ അതിരൂപതയെയും അതിരൂപതാധ്യക്ഷനെയും അവഹേളിക്കുന്ന UNAയുടെയും സഭാവിരുദ്ധ ശക്തികൾക്കെതിരെയും വലക്കാവ് സെന്റ് ജോസഫ് പള്ളിയിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തിയ പരിപാടിയിൽ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പ്രതിഷേധ ദിനം ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ബെന്നി കിടങ്ങൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സഭയെയും സഭാസ്ഥാപനങ്ങളെയും തകർക്കുന്ന രീതിയിലുള്ള സമരമുറകൾക്ക് ഇത്തരം പ്രതിഷേധങ്ങൾ ഇടയാക്കിയെന്നും തെറ്റുപറ്റിയവർ അത് മനസ്സിലാക്കി തിരികെ വരണമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ വ്യവസ്ഥകൾക്കനുസൃതമായി പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു.
ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. പുത്തൂർ ഫൊറോന കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, പുത്തൂർ ഫൊറോന കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ബേബി നിരപ്പേൽ, ഫൊറോനയിലെ വിവിധ ഇടവകകളിലെ ഫൊറോന കൗൺസിൽ അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ചില വീഡിയോകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്ന ഈ വിദ്വേഷ പ്രചരണങ്ങളുടെ പുറകെ പോകാതെ നമ്മുടെ അതിരൂപതയും നമ്മുടെ ആശുപത്രിയും നമുക്ക് നൽകുന്ന വിശദീകരണങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. വിശദാംശങ്ങളിലേക്ക് വളരെ എക്സ്പെൻസീവ് ആകാൻ പോവുകയാണ്. ഇൻഷുറൻസ് ഉള്ളവർക്ക് മാത്രം ആശുപത്രിയിൽ പോവാം. അത് തന്നെ മുഴുവൻ നമുക്ക് അതിൽ. മണ്ണുത്തിയിലെ കനത്ത വെള്ളക്കെട്ടിന് കൗൺസിലർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക പരിഹാരം ഒരുക്കി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ മണ്ണുത്തിയിലെ പ്രധാന സെന്ററിൽ കാലങ്ങളായുള്ള വെള്ളക്കെട്ട് കൊണ്ടുള്ള പ്രശ്നത്തിന് പ്രദേശത്തെ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയത്. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് കൗൺസിലറുടെ അധ്യക്ഷതയിൽ മണ്ണുത്തിയിലെ പ്രദേശവാസികളും വ്യാപാരികളും NHAA അധികാരികളും കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗവും ചേർന്ന് യോഗം ചേർന്നു. യോഗത്തിൽ നാഷണൽ ഹൈവേക്ക് കുറുകെ വരുന്ന കൾവർട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും പുതിയ കാന നിർമ്മിക്കാൻ NOC നൽകുന്ന കാര്യവും തീരുമാനമെടുത്തു. തുടർന്ന് താൽക്കാലികമായി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന ചാലുകൾ വൃത്തിയാക്കാനും തീരുമാനമെടുത്തു. ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 6:30 മുതൽ മണ്ണുത്തി സെന്ററിലെയും ബൈപ്പാസ് ജംഗ്ഷനിലെയും കാനകൾ വൃത്തിയാക്കി. ഹിറ്റാച്ചിയും 2 തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയാണ് കാന വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കാനക്കുള്ളിൽ നിന്നും വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തുണികൾ, മറ്റ് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കാന അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇതാണ് ഇന്ന് വൃത്തിയാക്കിയത്. മണ്ണുത്തി വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന്റെ ആദ്യഘട്ട നടപടിയാണ് ഇപ്പോൾ എടുക്കുന്നത് എന്നും രണ്ടാം ഘട്ട നടപടി ഉടനെ തന്നെ ആരംഭിക്കുമെന്നും പലയിടങ്ങളിലും കെട്ടിക്കിടന്നിരുന്ന മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് വെള്ളമൊഴുക്ക് തുടരാനായത് ആശ്വാസകരമാണെന്നും കൗൺസിലർ അനീസ് അഹമ്മദ് പറഞ്ഞു. രണ്ടാം ഘട്ട പ്രവൃത്തികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ധർ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശാശ്വതമായ പരിഹാരം മണ്ണുത്തിയിൽ വെള്ളക്കെട്ട് പരിപൂർണമായും മാറ്റുക തന്നെ ചെയ്യുമെന്നും അനീസ് അഹമ്മദ് കൂട്ടിച്ചേർത്തു. വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്ഥലവാസികളും വ്യാപാരികളുമായ മോഹനൻ, ഉമ്മർ, ജോസ് പാലോക്കാരൻ, ജോയ്, ഭാസ്കരൻ കെ മാധവൻ തുടങ്ങിയവർ വൃത്തിയാക്കൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കുപ്പികൾ മാത്രമാണ് കടയിൽ അത് കൊടുക്കാം. വളരെ കാലങ്ങളായിട്ട് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒന്നാണ് മണ്ണുത്തിയിലെ വെള്ളക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ശാസ്ത്രീയമായി പരിഹരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ NHAയും അതുപോലെ തന്നെ കോർപ്പറേഷൻ അധികാരികളെയും ഇവിടുത്തെ എല്ലാ സമയവും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നാട്ടുകാർ, അതുപോലെ തന്നെ വ്യാപാരികൾ ഉൾപ്പെടെ നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം അടിയന്തരമായി ഇതിൻ്റെ 5 ഘട്ടങ്ങളിലായിട്ട് ഈ വെള്ളക്കെട്ടിനെ ഇവിടുന്ന് പരിപൂർണമായി പരിഹരിക്കണമെങ്കിൽ ഹൈവേ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് വെള്ളം വിടണം. എന്നാൽ 80% മണ്ണും അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ വേസ്റ്റ് നിറഞ്ഞ് അങ്ങോട്ട് വെള്ളം പോവാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ മണ്ണുത്തി മുതൽ ബൈപ്പാസ് വരെയുള്ള ഭാഗത്തെ വെള്ളം താൽക്കാലികമായി ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കി. ഒരുപാട് വേസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോരി മാറ്റി. ഇതൊരു താൽക്കാലികമായിട്ട് മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ഒരു ഇതിന് മാത്രമായി പ്രത്യേകം മണ്ണുത്തിയുടെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. NHAയുമായി സംസാരിച്ച സമയത്ത് അവർ തന്നെ രണ്ടാമതൊരു ചാല് നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ ഈ ക്രോസ് വരുന്ന 5 ഇടങ്ങളിൽ മണ്ണ് നീക്കം ചെയ്ത് അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള NOC നൽകാം എന്നുള്ളത് അവരുടെ അധികാരികൾ ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായി മാത്രമാണ് ഇന്ന് ഈ പരിഹാരം വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നത്.
ശാസ്ത്രീയമായി പരിപൂർണമായി നമുക്ക് അടുത്ത വേനലിന് മുമ്പായിക്കൊണ്ട് ഈ 5 കേന്ദ്രങ്ങളും തുറന്ന് വെള്ളം നന്നായി പോകാവുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. നാട്ടുകാരുടെ അതുപോലെ വ്യാപാരികളുടെ വലിയ പിന്തുണയും സഹകരണവും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ഒന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണുത്തിയിലെ കടകളും അതുപോലെ തന്നെ നിവാസികൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടും ഇതുവരെ പൂർണ്ണതയിലെത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ ബഹുമാനായ കൗൺസിലർ ഒരു യോഗം വിളിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് 4 കൺവെർട്ടുകളും അതുപോലെ തന്നെ ചാലും വെടുപ്പാക്കാൻ കഴിയാവുന്നത് വെടുപ്പാക്കാനേ പറ്റുള്ളൂ, അത് ചെയ്യാമെന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിരുന്നു. അതുപോലെ തന്നെ മണ്ണുത്തി ജനകീയ കൂട്ടായ്മ ചെയർമാൻ എന്ന നിലയിലും അതുപോലെ തന്നെ കൺവീനർ എന്ന നിലയിലും മോഹൻകുമാറും നിരന്തരം കൗൺസിലറെ ഡെയിലി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഇന്നലെ ഇവിടെ ഈ പ്രദേശം മൊത്തം വെള്ളത്തിലായിരുന്നു. അതിനൊരു പരിഹാരം കാണുവാൻ നമ്മുടെ മോഹൻകുമാറും മറ്റുള്ള എല്ലാവരും അടക്കം അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും വണ്ടി കിട്ടിയിരുന്നില്ല. ഇന്ന് കോർപ്പറേഷന്റെ അധികാരികൾ വണ്ടി കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തകർ വന്നു, NH-ന്റെ ആൾക്കാർ വന്നു. നമ്മുടെ കൗൺസിലർ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ കാലത്ത് 6:30 മുതൽ അദ്ദേഹം ഈ സ്പോട്ടിലുണ്ട് എന്നുള്ളത് സത്യാവസ്ഥ നിങ്ങൾ അറിയിച്ചുകൊള്ളുകയാണ്. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഇടുന്നത് നിർത്തലാക്കുവാനും അതുപോലെ തന്നെ കോർപ്പറേഷനും അതുപോലെ നാഷണൽ ഹൈവേയും അതിനുവേണ്ട മുൻകൈ എടുത്തുകൊണ്ട് അത് നാട്ടുകാരടക്കം ജനപ്രതിനിധികളടക്കം എല്ലാവരും അതിനുവേണ്ടി സഹകരിച്ച് പ്രവർത്തിച്ചാൽ ഇത് നമുക്ക് വെള്ളക്കെട്ട് പൂർണ്ണതയിലെത്താൻ സാധിക്കുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് മണ്ണുത്തി ബൈപ്പാസ് ഉൾപ്പെടെ മണ്ണുത്തി സെന്ററിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി രാവിലെ മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലറുടെ നേതൃത്വത്തിൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്ക് കാനകൾ വൃത്തിയാക്കുന്ന പരിപാടി ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. തുടർന്ന് 2ാം ഘട്ടം നടക്കുമെന്നാണ് കൗൺസിലർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ എന്നും കൗൺസിലറെ ഈ കാര്യത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നടന്ന ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്ന ഈ നടപടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു. ഇവിടെ ഇന്ന് കൗൺസിലർ വന്നിട്ട് ഈ 2-3 ദിവസമായിട്ട് വെള്ളക്കെട്ട് ഇവിടെ കടന്ന് നല്ലപോലെ ജനങ്ങൾ ബുദ്ധിമുട്ടുമുണ്ട്. ഇന്ന് കാലത്ത് 6:30 മണിക്കാണ് അങ്ങേര് വന്നിട്ട് JCP ആൾക്കാരെയും കൊണ്ടുവന്ന് ഇവിടുത്തെ കംപ്ലീറ്റ് കനാൽ വൃത്തിയാക്കാനും വെള്ളത്തിൻ്റെ ഫ്ലോ റെഗുലറൈസ് ചെയ്യാൻ ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. പട്ടിക്കാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ പട്ടിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെ മൊമന്റോയും പഠനോപകരണ കിറ്റും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. വനിതാ യൂണിറ്റ് പ്രസിഡന്റ് രാഗിണി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് യൂണിറ്റ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നും അതിന്റെ ആദ്യപടിയാണ് ഇതെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ രാഗിണി മുകുന്ദൻ പറഞ്ഞു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു ടീച്ചർ കുട്ടികളെ ആദരിച്ചുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിൽ നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നും ഇത്തരം സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയ്ക്ക് പഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നതായി പ്രസിഡന്റ് മിനു ടീച്ചർ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു. 3ാം വാർഡ് മെമ്പർ അജു തോമസ് മുഖ്യാതിഥിയായി. വനിതാ വിംഗ് യൂണിറ്റ് സെക്രട്ടറി മിനി ഏലിയാസ് സ്വാഗതം പറഞ്ഞു. ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറപ്പുള്ളി, ട്രഷറർ ജീന വിൽസൺ, യൂത്ത് വിംഗ് പ്രസിഡന്റ് MK സുധീഷ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുധ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു. യൂണിറ്റ് സെക്രട്ടറി തിമോത്തി പറപ്പുള്ളി നന്ദി പ്രകാശിപ്പിച്ചു. വിജയിച്ച എല്ലാ കുട്ടികൾക്കും ചടങ്ങിൽ വെച്ച് മൊമന്റോയും പഠനോപകരണങ്ങളും നൽകി. പൂർവ്വ വിദ്യാർത്ഥി ശോഭിതയുടെ പേരിൽ വനിതാ വിംഗ് മെമ്പർ അജിത സുരേഷാണ് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകിയത്. 7 പേര് വന്നിട്ടുണ്ടോ? 7 പേരും. അപ്പോ നിങ്ങളാണ് ഇവിടുത്തെ അഭിമാന താരങ്ങൾ. വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു വർഷം നീണ്ട പ്രയത്നത്തിലൂടെയാണ് നിങ്ങൾക്കിത് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചത് ഇതൊരു തുടക്കം മാത്രമാണ്. LSS കഴിഞ്ഞു, 4ാം ക്ലാസ് ആയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിലും കുറച്ചുകൂടെ ടഫാണ് 7ാം ക്ലാസ്സിലെ USS. അതും നിങ്ങൾക്ക് തന്നെ കിട്ടും. ഉറപ്പായിട്ട് നിങ്ങളത് വാങ്ങണം. എനിക്ക് അന്ന് LSS കിട്ടി, USS കിട്ടിയില്ല എന്നുള്ള വാക്കല്ല പറയേണ്ടത്. എനിക്ക് LSSും കിട്ടി, USSും കിട്ടിയെന്ന്
എല്ലാവരോടും പറയാൻ നിങ്ങൾ അതിനിടയാക്കണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രത്യേകിച്ച് അധ്യാപകരെ ഞാൻ എടുത്തു പറയുന്നു. ഓരോ പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് സിലബസിലുള്ള LSSന് ചോദിക്കാനുള്ള പ്രത്യേക കാര്യങ്ങൾ ഒരുപാട് ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനും ഒരുപാട് അധ്വാനിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. വടക്കാഞ്ചേരി ഗുരുദേവ സന്നിധിയിൽ ചതയ ദിന പ്രാർത്ഥന വടക്കാഞ്ചേരി SNDP ശാഖാ പ്രസിഡന്റ് ഡോക്ടർ K. ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ നടന്നു. സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, PA കുമാരൻ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി PK ശോഭ, വൈസ് പ്രസിഡന്റ് സുധർമ്മ ശ്രീകൃഷ്ണൻ, ജയന്തി മോഹനൻ എന്നിവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ദൈവമേ ശ്രീനാരായണ, അങ്ങേ കാണുന്നു ഞാനെന്നും നാരായണ ദൈവമേ. ഒരിടവേള കൂടി. സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. അന്തർദേശീയ സഹകരണ ദിനാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രസിഡന്റ് TK പൊറിഞ്ചു പതാക ഉയർത്തി. ആശുപത്രി വൈസ് പ്രസിഡന്റ് E. സത്യഭാമ, ഭരണസമിതി അംഗം AR രാമചന്ദ്രൻ, സെക്രട്ടറി സന MS, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K. രാമദാസ്, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് മണ്ണുത്തി ടൗൺ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രസിഡന്റ് ജോസ് പൗലോക്കാരൻ പതാക ഉയർത്തി. സെക്രട്ടറി പ്രിയ ജോഷി പ്രതിജ്ഞ ചൊല്ലി. ഡയറക്ടർമാരും ജീവനക്കാരും പങ്കെടുത്തു.
നന്മയ്ക്കായി എന്നാൽ കഴിയുള്ള സഹായങ്ങൾ ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും ചെയ്തു കൊള്ളാമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പൊന്നൂക്കര മതികുന്ന് ഗ്രാമീണ വായനശാലയിൽ വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി കഥാപ്രസംഗത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന കഥയൻ സാംബശിവന്റെ ചരമദിനം ആചരിച്ചു. വായനശാല ഹാളിൽ നടത്തിയ ചടങ്ങ് നാടക സംവിധായകനും കലാകാരനുമായ PD പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി CD ആന്റോ, രാമകൃഷ്ണൻ എടാട്ട്, വായനശാല ജോയിന്റ് സെക്രട്ടറി CD സന്തോഷ്, ലൈബ്രറിയൻ തുഷാര മോഹനൻ, കമ്മിറ്റി അംഗം റോയ് ആന്റണി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തിയിലെ കനത്ത വെള്ളക്കെട്ടിന് കൗൺസിലർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക പരിഹാരം ഒരുക്കി. ജൂബിലി അമല മെഡിക്കൽ കോളേജ് ആശുപത്രി സമരവുമായി ബന്ധപ്പെട്ട് തൃശൂർ അതിരൂപതയെയും അധ്യക്ഷനെയും സഭാ നേതൃത്വത്തെയും സമൂഹത്തിൽ അവഹേളിക്കുന്നവർക്കെതിരെ മണ്ണുത്തി വലക്കാവ് സെന്റ് ജോസഫ് പള്ളി ഇടവകകൾ പ്രതിഷേധിച്ചു. ആശാരിക്കാട് ഗ്രാമീണ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരവ് 2026 ജില്ലാ പഞ്ചായത്ത് മെമ്പർ PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.